ഹായ്, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആക്ച്വലി ഒരു 10-12 മിനിറ്റോളം നീണ്ട ഒരു വലിയൊരു വീഡിയോ ആണ് ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചത്. ഇന്നലത്തെ അതേ സിറ്റുവേഷൻ, മൈക്ക് ആക്ച്വലി ഇത്രയും ക്ലോസിൽ കൊണ്ടുവരാത്തത് കാരണം ഓഡിയോ വളരെ ശോകമായിരുന്നു. സോ അത്യാവശ്യം നല്ലൊരു വീഡിയോ ആയിരുന്നു. ഞാൻ പറ്റുവാണെങ്കിൽ അത് ഞാൻ നോക്കട്ടെ, അത് ഞാൻ ജസ്റ്റ് അപ്പോൾ തന്നെ വീഡിയോ അടുത്തത് റെക്കോർഡ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. മറ്റേ വീഡിയോയുടെ ഓഡിയോ എന്താണെന്നുള്ളത് ഞാൻ നോക്കിയിട്ട് ഞാൻ ആ വീഡിയോയ്ക്ക് ഓഡിയോ ക്ലിയർ ആവുന്നുണ്ടെങ്കിൽ ഞാൻ ഗ്രൂപ്പിനകത്ത്, നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിനകത്ത് പോസ്റ്റ് ചെയ്യാം. യൂട്യൂബിനകത്ത് അത് പോസ്റ്റ് ചെയ്യുന്നില്ല. ഓക്കെ, നിങ്ങളത് കയറി നോക്കുക. ആവശ്യമുണ്ടെങ്കിൽ കുറേ ഡേറ്റാസ് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എങ്ങനെ ബെറ്റർ ആവണം, എങ്ങനെ സ്വിംഗ് ട്രേഡിങ്ങിനെ കുറിച്ചിട്ട് എന്നുള്ള കുറേ ഡേറ്റാസ് അതിനകത്ത് ഉണ്ടായിരുന്നു. പറ്റുവാണെങ്കിൽ ഇപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ഇത് യൂട്യൂബിൽ കാണുവാണെങ്കിൽ ഞാൻ ആ വീഡിയോ ഇട്ടിട്ടില്ല എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കുക. സോ അത് ഗ്രൂപ്പിനകത്തുണ്ട്, പോയി നോക്കുക. ഹെഡ്ഫോൺ യൂസ് ചെയ്യുക, സോ ദാറ്റ് ആ ഓഡിയോ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നമുക്ക് ഇന്നത്തെ ലൈവിലേക്ക് കടക്കാം. ഒരുപാട് ഡീറ്റെയിൽ ഞാൻ അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ ഒരു ചുരുക്കം ഞാൻ പറഞ്ഞുതരാം. IT സെക്ടറിൽ പ്രശ്നങ്ങൾ എന്താണ്? ട്രംപിൻ്റെ H-1B വിസയുടെ സിറ്റുവേഷൻ കാരണം കുറച്ച് പ്രശ്നങ്ങൾ, അത്യാവശ്യം ഹെവി ആയിട്ടുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. അത് ഇപ്പോൾ ചർച്ചകളിലേക്ക് വീണ്ടും വരുന്നുണ്ട്. ആദ്യം ട്രംപ് എപ്പോഴും കാണിക്കുമല്ലോ, എക്സ്ട്രീം പറഞ്ഞിട്ട് പിന്നീട് പിന്നിലേക്ക് വരുന്ന ആ ഒരു സിറ്റുവേഷൻ. അപ്പോൾ എക്സ്ട്രീം പറഞ്ഞു, എന്നിട്ട് തിരിച്ച് അവിടെ ബാക്കിയുള്ളവരെ തന്നെ ക്ലിയർ ആക്കി കൊണ്ടുവരുന്നു എന്നുള്ളത് തന്നെയാണ്. രണ്ടാമത്തത് ബാങ്കിങ് സെക്ടറിലെ ഡെഫിസിറ്റിലേക്ക് നമ്മൾ പോവുകയാണ്. അതായത് നമ്മുടെ ലിക്വിഡിറ്റി എന്ന് പറയുന്ന 2000 കോടി, ഒരാഴ്ചയ്ക്ക് മുന്നേ 2 ലക്ഷം കോടി രൂപയുടെ സർപ്ലസ് ഉണ്ടായിരുന്ന നമ്മളിപ്പോൾ 87,000 കോടി രൂപയുടെ ഡെഫിസിറ്റിലേക്ക് നമ്മൾ പോയിട്ടുണ്ട്. ഒരാഴ്ച കൊണ്ട് അത്രയും വലിയൊരു മാറ്റം എന്ന് പറയുന്നത് എന്താണ് അതിൻ്റെ റീസൺ ഒന്നും കൃത്യമായിട്ട് നമുക്ക് വെളിയിൽ വന്നിട്ടില്ല. എങ്കിൽ പോലും അതൊരു അലാമിംഗ് ആയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ ബാങ്കിങ് സെക്ടറിൽ അതിൻ്റെ ഒരു നെഗറ്റിവിറ്റി ഫീൽ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ മാർക്കറ്റിൽ ഞാനിപ്പോൾ ആദ്യം നിഫ്റ്റിയുടെ ചാർട്ട് എടുക്കാം. ഓക്കെ, നിഫ്റ്റിയുടെ ചാർട്ട് എടുക്കുമ്പോൾ ഇത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. നിഫ്റ്റിയുടെ ചാർട്ടിൽ നമ്മൾ ലാസ്റ്റ് ഡേ ഓപ്പൺ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓപ്പൺ ചെയ്തതിന് ശേഷം വളരെ വലിയൊരു ഫൈറ്റ് നടന്നു മേളിലേക്ക് താഴേക്കും. എന്നിട്ട് തൊട്ട് താഴെ ക്ലോസ് ചെയ്ത് കാരണം ഒരു സെൽ ഓഫ് വന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അടുത്ത ടാർഗറ്റ് ലെവലിലേക്ക് വന്ന് ടച്ച് ചെയ്തിട്ടുണ്ട്. തിരിച്ച് എന്നിട്ട് ബൗൺസ് ചെയ്ത് കയറിപ്പോയി. കാരണം നല്ലൊരു സപ്പോർട്ടിലാണ് എത്തിയില്ലേ. അതിനുശേഷം വീണ്ടും നമ്മൾ ഈ ഒരു ലെവൽ, അപ്പോൾ ഇതൊരു യു ഷേപ്പ് കർവ് നിൽക്കുവാണ്. അതായത് താഴേക്ക് പോകാനുള്ളൊരു സാധ്യതയിലേക്ക് നിൽക്കുവാണ്. സോ വെയിറ്റ് ചെയ്യുക, മാർക്കറ്റ് എങ്ങനെ ഓപ്പൺ ചെയ്യുന്നു, എങ്ങനെ സെൽ ഓഫ് നടക്കുന്നു, ഇല്ലെങ്കിൽ എങ്ങനെ ബൈയിങ് നടക്കുന്നു എന്നുള്ളത് കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ നിങ്ങളുടെ ഒരു ട്രേഡിനെ കുറിച്ച് പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ ആദ്യം പറയാനുള്ളത്. നിഫ്റ്റി 50യുടെ ഡീറ്റെയിൽ ഞാനിവിടെ പറഞ്ഞു കഴിഞ്ഞു. ലെവൽസ് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇവിടെ അറിയാം. ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യുകയാണെങ്കിലൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു സിമ്പിൾ പാറ്റേൺ ആണ് നമ്മുടെ നിഫ്റ്റിക്കകത്ത് നിൽക്കുന്നത്. അപ്പോൾ സ്വിംഗ് ട്രേഡിങ്ങിന് ഇപ്പോൾ പറ്റിയൊരു മാർക്കറ്റല്ല. അതുകൊണ്ട് തന്നെ പുതിയ സ്റ്റോക്സ് പറയുന്നില്ല, മൺഡേ വരട്ടെ. കയ്യിലിരുന്ന അത്യാവശ്യം പൊസിഷൻസ് ഞാൻ ഈ ഒരു ഏരിയയിൽ തന്നെ, ഇവിടെ ഒരു ക്യാൻഡിൽ ബാഡാണ്, ഈ ഒരു ഏരിയയൊക്കെ ബ്രേക്ക് ചെയ്യുന്ന സ്ഥലത്ത് തന്നെ ഞാൻ കയ്യിലിരുന്ന പൊസിഷൻസ് ഓൾമോസ്റ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴും നിങ്ങൾക്ക് SL എന്ന് പറയുന്നത് 25,000 താഴെ വന്നു കഴിഞ്ഞാൽ തന്നെയാണ് അത് കൊടുക്കാറില്ല. ഞാൻ കുറച്ചുകൂടെ നേരത്തെ അഗ്രസീവ്ലി എൻ്റെ കയ്യിലിരുന്ന പ്രോഫിറ്റിനെ ഞാൻ പ്രോഫിറ്റാക്കി മാറ്റി എന്നുള്ളതാണ്. ഇനി നിന്ന് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ബൈയിങ് പ്രൈസിലേക്ക് വരും. അപ്പോൾ ഈ അവസാനം എടുത്ത സ്റ്റോക്സ് ഉണ്ട്, ഈ ഒരു ബൗൺസിന് ശേഷം 24,000 മേടിച്ച സ്റ്റോക്കൊക്കെ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞു. ദേവയാനി, VMM പോലുള്ള സ്റ്റോക്കുകളെല്ലാം നമ്മൾ വാരി എനർജീസൊക്കെ ബുക്ക് ചെയ്ത് കഴിഞ്ഞു. ഇവിടെ എടുത്തതിന് നമുക്ക് സ്ലൈറ്റ്ലി പ്രോഫിറ്റിൽ ഇപ്പോൾ ആ പ്രോഫിറ്റിനെ ഞാൻ അവിടെ ബുക്ക് ചെയ്ത ഒരു 5% അടുപ്പിച്ചിട്ടുള്ള ഒരു പ്രോഫിറ്റ് ബുക്ക് ചെയ്തതിന് ശേഷം പിന്നെ അത് ബൈയിങ് പ്രൈസിലേക്ക് വന്നേക്കാം എന്നുള്ളൊരു, ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ബൈയിങ് പ്രൈസിൽ വരികയോ ഇല്ലെങ്കിൽ അതിൻ്റെ താഴേക്കോ ആ സ്റ്റോക്കുകൾ പോകും എന്നുള്ളതുകൊണ്ട് അപ്പോൾ ആദ്യമേ ആ പൊസിഷൻസ് പ്രോഫിറ്റിൽ തന്നെ ഒഴിവാക്കി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ കയ്യിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കൺസിഡർ ചെയ്യാം, പാർഷ്യലി എക്സിറ്റ് ചെയ്ത് ഒഴിവാക്കാം എന്നുള്ളത് തന്നെയാണ്. ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റിന് വീക്ക്നെസ് വരാനുള്ള സാധ്യതയുണ്ട്. സോ മാർക്കറ്റിൽ IT സെക്ടറും ബാങ്കിങ് സെക്ടറും താഴേക്ക് ഡ്രാഗ് ചെയ്യാനുള്ള സാധ്യതയുള്ളപ്പോൾ ഫാർമ സെക്ടറും IT സെക്ടറിൽ ചിലപ്പോൾ ഒരു റിക്കവറി വന്നു കഴിഞ്ഞാൽ ഇത് തിരിച്ച് കയറി പോകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അവിടെ PSU ബാങ്കിങ്സ്, ബാക്കിയുള്ള സെക്ടേഴ്സ്, 1-2 സെക്ടേഴ്സ് മാർക്കറ്റിനെ മേളിലേക്ക് വലിക്കാനുള്ള സാധ്യതയും ഉണ്ടാകും. സോ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുള്ളൊരു ഫൈറ്റ് വരാനുള്ള സാധ്യതയുണ്ട്. സോ ഓപ്ഷൻ ബയ്യറിനെ ശ്രദ്ധിച്ച് ട്രേഡ് ചെയ്യേണ്ടതാണ്. കുറച്ച് ഏരിയ വിട്ടിട്ട് നിങ്ങൾ ട്രേഡ് ചെയ്യുക, മേളിലേക്കാണെങ്കിൽ താഴേക്കാണെങ്കിലും, ബിക്കോസ് അങ്ങോട്ട് പോകുമ്പോഴായിരിക്കും അടുത്തൊരു വലിവ് വരുന്നത്. സോ നിങ്ങൾ ഉദ്ദേശിച്ച ഡയറക്ഷനിൽ നിന്ന് ചിലപ്പോൾ പെട്ടെന്ന് അതൊരു റിവേഴ്സൽ
അടിച്ചേക്കാം എന്നുള്ളത് കൊണ്ടാണ് അവിടെ അങ്ങനെ ഒരു സംഭവം പറഞ്ഞത്. സോ നിഫ്റ്റിയുടെ ലെവൽസ് കംപ്ലീറ്റ്ലി ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ലോവർ സൈഡ് 24,000 25,000 താഴത്തെ 960 താഴെ നോക്കാം. 880 ആണ് അടുത്ത ലെവൽസ്. ഇവിടെ 880 ഉണ്ട്, 800 ഉണ്ട്. മേളിലേക്ക് 100-ന് മേളിൽ വന്നു കഴിഞ്ഞാൽ 180 ഉണ്ട്, 240 ഉണ്ട് എന്നുള്ളതാണ് അവിടെ പറയാനുള്ള ഒരു സംഭവം. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കുക. അടുത്ത് നമ്മുടെ ഗ്രൂപ്പിനകത്ത് പറയാനുള്ളത് പറഞ്ഞാൽ ട്രെൻഡ് എന്ന് പറഞ്ഞൊരു സ്റ്റോക്ക് ഉണ്ട്. ഇപ്പോൾ ക്രൂഡ് ഓയിലിൻ്റെ കൂടെ പറഞ്ഞിട്ട് പോകാം. ക്രൂഡ് ഓയിൽ കഴിഞ്ഞ 2 ദിവസം നല്ല പെർഫോമൻസ് ആയിരുന്നു. മാർക്കറ്റിൽ ഇനിയും പ്രൈസ് ഹൈക്ക് ചെയ്യാനുള്ള സാധ്യത ഉണ്ടെന്നുണ്ടെങ്കിൽ 6,000-ലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അതിനെ മാർക്ക് ചെയ്ത് വെക്കുക. അടുത്ത ദിവസങ്ങളിൽ നിങ്ങൾക്ക് നോക്കാമെന്നുള്ളതാണ്. അടുത്ത ഗ്രൂപ്പിനകത്ത് ട്രെൻഡിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതുപോലെ ITC കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ITC നമ്മുടെ നിഫ്റ്റി നിൽക്കുന്ന ഓൾമോസ്റ്റ് അതേ പാറ്റേണിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇത് കാണുന്നുണ്ടോ, ഇത് ഇങ്ങനെ വന്നു തിരിച്ച് വീണ്ടും ഒരു ചെറിയൊരു ഇതുണ്ടല്ലേ, ഈ ഒരു കർവ്. അപ്പോൾ ഇതൊരു ഇൻവേർട്ടഡ് കപ്പ് ആൻഡ് ഹാൻഡിൽ പോലെ നിൽക്കുന്നുണ്ട്. ട്രെൻഡും ഇതേ പാറ്റേണിലാണ്. ഇത് എങ്ങാനും അടുത്ത സപ്പോർട്ടിൽ ഇവിടെ 360-340 റേഞ്ച് ഒരു സപ്പോർട്ടും ട്രെൻഡിലും അതുപോലൊരു സപ്പോർട്ടുണ്ട്. ആ ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ അന്ന് ഞാൻ പറയാം മാർക്കറ്റ്. അപ്പോൾ തിരിച്ച് മാർക്കറ്റിൻ്റെ നിഫ്റ്റിയുടെ പാറ്റേൺ ബുള്ളിഷ് ആവുന്നുണ്ടെങ്കിൽ ഞാൻ അന്ന് പറഞ്ഞു തരാം നിങ്ങൾക്ക്. ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് അവിടെ എടുക്കാമെന്നുള്ളതാണ്. SBIയിലൊക്കെ 800-ന് മേളിൽ വീണ്ടും ഞാൻ എൻട്രി പറയുന്നുണ്ടായിരുന്നു. ഇവിടെ മാർക്കറ്റ് ഈ ഒരു തിരിച്ച് കയറ്റത്തിൽ ഞാൻ പറഞ്ഞ 1-2 സ്റ്റോക്കുകളിൽ ഒരെണ്ണം SBI, രണ്ടാമത്തെ ആക്സിസ് ബാങ്ക്, മൂന്നാമത്തെ കൊടാക് ബാങ്ക് ലിറ്ററലി അനങ്ങിയിട്ടില്ല. ആക്സിസ് ബാങ്കിൽ ചെറിയൊരു മൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. SBI അത്യാവശ്യം നല്ലൊരു മൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. സോ ഒരു ഓൾമോസ്റ്റ് 10% ആയിട്ടില്ല, 6-7%-ന് മേളിലായിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ, പിന്നെ ഫെഡറൽ ബാങ്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫെഡറൽ ബാങ്ക് ഞാൻ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് 5% അടുപ്പിച്ച് ബുക്ക് ചെയ്ത് മാറി. SBI ഇപ്പോഴും കയറുന്നുണ്ട്, 7%-ന് മേളിലായെന്ന് തോന്നുന്നു. സോ ഇത്രയേ ഉള്ളൂ. ഇനി ക്രൂഡ് ഓയിലും ഞാൻ പറഞ്ഞു കഴിഞ്ഞു. സോ ലിറ്ററലി മാർക്കറ്റ് ഇന്ന് എങ്ങനെ ബിഹേവ് ചെയ്യുന്നതെന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ ലോ ബ്രേക്ക് ചെയ്യുക ഇല്ലെങ്കിൽ ഇതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ലോ ബ്രേക്ക് ചെയ്യുക ഇല്ലെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ക്യാൻഡലുകളുടെ ഏരിയ ഈ ഒരു 25-140-ക്ക് മേളിലൊക്കെ വന്നു കഴിഞ്ഞാൽ മാത്രമേ ഇനിയൊരു ബുള്ളിഷ്നെസ്സിനുള്ള ഒരു സാധ്യത കാണിക്കുന്നുള്ളൂ. ആക്ച്വലി റിയൽ ട്രേഡ് എന്ന് പറയുന്നത് 24-240-ക്ക് മേളിലെ സ്വിംഗ് ട്രേഡറിന് കാര്യമായിട്ട് എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ കിട്ടാനുള്ളൂ. സോ ട്രേഡ് സേഫ്, ടേക്ക് കെയർ, ബൈ.